എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ മുസ്ലിം തീവ്രവാദികളെ ഭയന്നിട്ട് യൂറോപ്പിലെ പല രാജ്യങ്ങളും അവരുടെ ക്രിസ്മസ് ആഘോഷങ്ങളും ന്യൂ ഇയർ ആഘോഷങ്ങളൊക്കെ വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ്. അതായത് വളരെ ഗ്രാൻഡായിട്ട് നടത്തുന്ന പരിപാടിയാണ് ഈ ക്രിസ്മസും ന്യൂ ഇയറൊക്കെ. പിന്നെ അതുമാത്രമല്ല, ഈ സമയത്താണ് ഈ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ ഒഴുകുന്നത്. വലിയ രീതിയിലുള്ള പണം ഓരോ രാജ്യത്തിനും പണം കിട്ടുന്ന ഒരു സമയമാണിത്. പക്ഷേ ഈ മുസ്ലിം തീവ്രവാദികളെ ഭയന്നിട്ട് എല്ലാം വെട്ടിച്ചുരുക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പം UK ആയിക്കോട്ടെ, ഫ്രാൻസ് ആയിക്കോട്ടെ, ജർമ്മനി ആയിക്കോട്ടെ, പോർച്ചുഗൽ ആയിക്കോട്ടെ, ഓസ്ട്രിയ ആയിക്കോട്ടെ, ഹംഗറി ആയിക്കോട്ടെ, ഗ്രീസ് ആയിക്കോട്ടെ, ഇത്തരം രാജ്യങ്ങളൊക്കെ വലിയ രീതിയിലുള്ള ടൂറിസ്റ്റുകൾ പ്രവഹിക്കുന്ന സമയമാണ്. അപ്പോൾ ഇപ്പോൾ ലോകത്ത് വലിയ രീതിയിലുള്ള ഒരു ട്രെൻഡ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതായത് ഈ പാലസ്തീൻ അനുകൂല ആൾക്കാരെയൊക്കെ സംഘടിപ്പിച്ചിട്ട് ആഗോളതലത്തിൽ വലിയ രീതിയിൽ എല്ലാ രാജ്യത്തും മുസ്ലിങ്ങൾ സംഘടിച്ചിട്ട് വലിയ രീതിയിൽ തീവ്രവാദ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. അതായത് ഈ പാലസ്തീൻ്റെ പേരും പറഞ്ഞിട്ട് തീവ്രവാദമാണ് എല്ലാ രാജ്യങ്ങളും നടക്കുന്നത്. ഇപ്പം നമുക്കറിയാം, കേരളത്തിൽ തന്നെ ഈ പാലസ്തീൻ അനുകൂല ഒരു പ്രകടനം നടക്കുമ്പോൾ ആരുടെ ഇതൊക്കെയാണ് ഫ്ലക്സാണ് പിടിക്കുന്നത്. അതായത് അവിടുത്തെ ഹമാസിൻ്റെ തീവ്രവാദികളൊക്കെ ഫ്ലക്സാണ് ഇവിടെ പിടിക്കുന്നത്. ഇവിടെ അറിയാം, നമുക്കറിയാം, ഹമാസിൻ്റെ നേതാക്കന്മാരെയൊക്കെ ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് നടന്ന സ്ഥലമാണ് കേരളം. അപ്പോൾ യൂറോപ്പിലെ രാജ്യങ്ങളുണ്ടല്ലോ, ഇത് ചോദിച്ചു വാങ്ങിയൊരു പണിയാണ്. അതായത് അവർ ഈ മാനുഷിക പരിഗണന, അഭയാർത്ഥി എന്നൊക്കെ പറഞ്ഞ് ഓരോ രാജ്യത്തും ചുവന്ന പരവതാനി വിരിച്ച് ഇത്തരം അഭയാർത്ഥികളെ സിറിയയിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമില്ല അങ്ങനെയുള്ള അഭയാർത്ഥികളൊക്കെ ആഗോളതലത്തിലെ മുസ്ലിങ്ങളെ അവർ ക്രിസ്ത്യൻ രാജ്യത്തോട്ട് ആനയിച്ച് കൊണ്ടുവന്നു മാത്രമല്ല, അവർക്ക് അതിനുവേണ്ട എല്ലാ ആരാധന നടത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും സർക്കാർ തന്നെ ചെയ്തു കൊടുത്തു. അപ്പോൾ ഇപ്പോൾ പണി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മൊത്തം കൈയടക്കിയിരിക്കുകയാണ്. അതായത് ഈ ഒട്ടകത്തിനൊക്കെ സ്ഥലം കൊടുത്തു എന്ന് പറഞ്ഞില്ലേ, ആ ഒരു അവസ്ഥയാണ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇപ്പോൾ അവർ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. അത് UK വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അതായത് അവിടുത്തെ ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റായ ടോമി റോബിൻസന്റെ നേതൃത്വത്തിൽ ഈ മുസ്ലിം കുടിയേറ്റത്തിനെതിരെ അതിശക്തമായ വലിയ രീതിയിലുള്ള പ്രകടനം അവർ പ്ലാൻ ചെയ്തിരുന്നു. ഏകദേശം ഒരു 10,000 പേര് പങ്കെടുക്കുന്ന പറഞ്ഞത്. പക്ഷേ ആ പ്രകടനത്തിൽ 1.5 ലക്ഷം പേരാണ് പങ്കെടുത്തത്. അത് ശരിക്കും യൂറോപ്പിൽ മൊത്തത്തിൽ വലിയ രീതിയിൽ അലയൊലികൾ സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ പാലസ്തീൻ്റെ പേരും പറഞ്ഞ് ക്രിസ്മസ് മാർക്കറ്റിലേക്ക് വണ്ടി ഇടിച്ച് കയറ്റുക, വലിയ രീതിയിൽ സ്ഫോടനങ്ങൾ ഉണ്ടാക്കുക, അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയയിലെ സിഡ്നിയിലെ ബോണ്ടി ബീച്ച് വെച്ച് നടന്നത്. അത് ജൂതന്മാർ ഹനോക്കെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ പാകിസ്ഥാനിൽ നിന്ന് കുടിയേറി വന്ന 2 ബാപ്പയും മകനും ചേർന്ന് തുരുതുരാ വെടിയുറത്ത് ഏകദേശം 18ഓളം ജൂതന്മാരെയാണ് കൊന്നത്. അപ്പോൾ എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും, അതായത് അഭയാർത്ഥികളായിട്ട് മുസ്ലിങ്ങളെ വലിച്ചു കയറ്റിയ എല്ലാ രാജ്യങ്ങളും അവർ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം പറയാം, ഈ സ്വീഡനും മറ്റേ നോർവേയൊക്കെ ഉണ്ടല്ലോ, അവർക്ക് വളരെ സന്തോഷമായി ജീവിക്കുന്ന ആൾക്കാരായിരുന്നു, വളരെ ഹാപ്പിയായിട്ട് ജീവിക്കുന്ന ആൾക്കാരായിരുന്നു. ഇപ്പോൾ സ്വീഡനിലൊക്കെ കുറച്ച് ആൾക്കാർ അവർ അഭയം കൊടുക്കുന്നു, പിന്നീട് അവർ പ്രാർത്ഥിക്കാൻ പള്ളി വേണമെന്ന് പറഞ്ഞു, പള്ളി പണിയുന്നു, പിന്നീട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അവിടുത്തെ സമാധാനം മൊത്തം പോയി. ഈ അടുത്ത കാലത്ത് രമേശ് പിഷാരടി ഒരു കാര്യം പറഞ്ഞില്ലേ, അതായത് സമാധാനത്തിൻ്റെ പേരും പറഞ്ഞ് സമാധാനമായി ജീവിക്കുന്ന ആൾക്കാരുടെ സമാധാനം കളയുക. ഇതാണിപ്പോൾ ഈ ഇവന്മാർ യൂറോപ്പിൽ മൊത്തം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് പാലസ്തീൻ ഒരു മറയാക്കിയിരിക്കണം. കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയയിൽ തന്നെ ഈ സിഡ്നി എയർപോർട്ടിൽ നിന്നൊക്കെ വലിയ രീതിയിലൊരു വീഡിയോ പുറത്തു വന്നിരുന്നു. അത് പാലസ്തീൻ അനുകൂലമായിട്ട് കുറേ ആൾക്കാർ, ഈ മീശയില്ലാതെ താടി മാത്രം വെച്ചിട്ടുള്ള ആൾക്കാർ, നമ്മൾ ഡൽഹി ബ്ലാസ്റ്റിലൊക്കെ പിടിച്ച ഡോക്ടേഴ്സിനൊക്കെ കണ്ടില്ലേ, അത്ര ആൾക്കാർ ആ സ്റ്റൈലാണ്. അതായത് ഒരു ഗ്ലോബലി ഇവർ ഒറ്റക്കെട്ടാണല്ലോ എല്ലാവരും. അപ്പോൾ യൂറോപ്പ് മൊത്തം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ തനതായ സംസ്കാരം ഇവർ ഈ അറബ് കൾച്ചറിന് വഴിമാറുന്നു എന്നാണ് അവർ പറയുന്നത്. ഇത് തന്നെയാണ് ടോമി റോബിൻസും UK പറയുന്നത്. അതായത് അവരുടെ പെൺകുട്ടികൾക്ക് പോലും ഫോഴ്സ്ഫുള്ളി ഈ അറേബ്യൻ കൾച്ചർ ഫോളോ ചെയ്യേണ്ടി വരുന്നു. അത്തരത്തിലും കാര്യങ്ങളാണ് ടോമി റോബിൻസൺ പറഞ്ഞത്. വളരെ സത്യമാണ്. അപ്പോൾ UK വലിയ രീതിയിലുള്ള മുന്നേറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ തരത്തിലുള്ള എല്ലാ രാജ്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എല്ലാ ആൾക്കാരും ഈ മുസ്ലിം കുടിയേറ്റക്കാരെ ഒഴിവാക്കണം, ഈ മുസ്ലിം സിമ്പിൾസ് ഒരു തരത്തും കണ്ടുപോകരുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ എല്ലാ രാജ്യത്തും ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ട്. അതായത് ഇപ്പോൾ ഫ്രാൻസിലായാലും ജർമ്മനിയിലൊക്കെ ഈ ക്രിസ്മസ് മാർക്കറ്റിൻ്റെ ഏറ്റവും ഫേമസ് സ്ഥലമാണ്. ഈ സമയത്ത് ഈ നവംബർ ഡിസംബർ സമയത്തൊക്കെ അവർ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ് ഈ ജർമ്മനി. അപ്പോൾ ഒരുപാട് സെക്യൂരിറ്റി പ്രോബ്ലംസ് ഒക്കെ കാരണം ഇപ്പോൾ അധികം ആൾക്കാർ അങ്ങോട്ട് പോകുന്നില്ല. പ്രത്യേകിച്ച് ക്രിസ്മസ് മാർക്കറ്റ് ജർമ്മനിയിലും ഇവിടെയൊക്കെ ഭയങ്കര ഫേമസാണ്, ജർമ്മനി, സ്വീഡൻ പോലുള്ള രാജ്യങ്ങളിലൊക്കെ. അപ്പോൾ ആ മാർക്കറ്റൊക്കെ പകുതിയായിട്ട് കുറഞ്ഞു. പിന്നെ അത് മാത്രമല്ല, ഒരുപാട് പോലീസുകാരെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വന്നു. അതായത് എല്ലാ ആൾക്കാരും പരിശോധിച്ചിട്ട് മാത്രമാണ് കയറ്റിവിടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ത്രീകളും കുട്ടികളൊക്കെ പേടിച്ചിട്ട് ഇപ്പോൾ വരുന്നില്ല, ഇതിപ്പോൾ ഈ സെക്യൂരിറ്റി ഭീഷണിയുള്ള കാരണം. അപ്പോൾ യൂറോപ്പ് അവർ അനുഭവിക്കണം തന്നെയാണ് പറയുന്നത്. അതായത് പല സമയത്തും ഇസ്രയേലായാലും പല രാജ്യങ്ങളും അമേരിക്കയൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതായത് ഇത്തരം ആൾക്കാർക്ക് അധികം അഭയം കൊടുക്കരുത്. പക്ഷേ അവർ ഇത്തരം കാര്യങ്ങളൊക്കെ മാനുഷിക പരിഗണനയൊക്കെ പറഞ്ഞിട്ട് അഭയം കൊടുത്തു, അനുഭവിക്കട്ടെ. ഫ്രാൻസൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര തരത്തിൽ ഇപ്പോൾ അവിടെ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, അവിടുത്തെ ഇസ്ലാമിക ജിഹാദിലുള്ള പരിപാടി. ജർമ്മനിയാണെങ്കിൽ അവിടെ ഒരു രക്ഷയില്ലാത്ത രീതിയിലുള്ള തീവ്രവാദം അവിടെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള പാലസ്തീൻ്റെ പേരും പറഞ്ഞ് അവർ ഫുള്ള് തീവ്രവാദമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.
അപ്പോൾ നേരെ മറിച്ച് ഈ ഇസ്രയേൽ ഇപ്പോൾ പോളണ്ടില്ല, അതിന് വ്യത്യസ്തമായിട്ടാണ് പോളണ്ടിലെന്ന് വെച്ചാൽ ഒരു മുസ്ലിമിനും അടുപ്പിച്ചില്ല, ഒരു മുസ്ലിമും അവിടെയില്ല, മുസ്ലിം ആരാധനാലയങ്ങളോ ഒരു പള്ളിയോ ഒന്നും അവിടെയില്ല. അപ്പോൾ ആ സമയത്ത് തന്നെ അഭയാർത്ഥികൾ വരുമ്പോഴൊക്കെ ഈ പോളണ്ട് അവരെ അടുപ്പിച്ചില്ല, ഒരാളെ അടുപ്പിച്ചില്ല. അപ്പോൾ വലിയ രീതിയിൽ വിമർശനങ്ങൾ നേരിട്ടിരുന്നു. ഈ അടുത്ത കാലത്ത് തന്നെ ഈ ഓസ്ട്രേലിയ യുവന്മാർ അറ്റാക്ക് നടന്ന ഉടനെ തന്നെ പോളണ്ട് പ്രസിഡന്റ് ഒരു ക്രിപ്റ്റിക് മെസ്സേജ്, അതായത് മറ്റുള്ള ആൾക്കാരെ കുത്തിക്കൊണ്ടുള്ള മെസ്സേജ്, അതായത് ഒടുവിൽ ലോകത്തിന് മനസ്സിലായി ഞങ്ങൾ ചെയ്തതാണ് ശരി, അതായത് ആൾക്കാർക്ക് വലിച്ചു കയറ്റി കൊണ്ടുവന്ന് അഭയം കൊടുത്തു കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ എന്ന് പോളണ്ടിൻ്റെ പ്രൈം മിനിസ്റ്റർ ഈ അടുത്ത കാലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും പോളണ്ട് ചെയ്തത് ബാക്കി എല്ലാ രാജ്യങ്ങളും ചെയ്യണമെന്നാണ് നെതന്യാഹുവിൻ്റെ അഭിപ്രായം. അതായത് ഈ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, ഈ പാലസ്തീൻ സപ്പോർട്ടേഴ്സൊക്കെ അവരെ ഉദ്ദേശം വേറെയാണ്. അവർ ഇതിൻ്റെ പേരും പറഞ്ഞ് ഇപ്പോൾ ആഗോളതലത്തിൽ ഒന്നിക്കുകയാണ്. ഇപ്പം കേരളത്തിൽ തന്നെ കാണുന്നില്ലേ, ഇതിൻ്റെ പേരും പറഞ്ഞ് വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ധ്രുവീകരണം ഉണ്ടാക്കുന്നു. പിന്നെ അത് മാത്രമല്ല മറ്റ് സംസ്കാരങ്ങളെ, പ്രത്യേകിച്ച് മറ്റു പാർട്ടികളെല്ലാം അവരെ എതിർക്കുന്നത്. ഇപ്പം BJP എതിർക്കുന്നത് BJPയുടെ ഐഡിയോളജി വെച്ചിട്ടോ BJP എന്ന പാർട്ടീൻ്റെ പൊളിറ്റിക്സ് സ്റ്റാൻഡിനെ എതിർക്കണം. നേരെ മറിച്ച് BJP എതിർക്കേണ്ട പേരിൽ ഇവിടുത്തെ ഹൈന്ദവ സിംബലുകളെയും ഹൈന്ദവ ബിംബങ്ങളെയും ഹൈന്ദവ കൾച്ചറിനെയും എതിർക്കുന്നത് ഒരു മോശമായ പ്രവണതയാണ്. അത് തന്നെയാണ് ഇവർ എല്ലായിടത്തും ഇപ്പോൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പേരിൽ ഇവർ ബോംബ് പൊട്ടിക്കുന്നു. ഇവർക്ക് പുണ്യപ്രവൃത്തിയാണല്ലോ ആൾക്കാർ ബോംബ് പൊട്ടിച്ച് കൊല്ലുമെന്നില്ല. അപ്പോൾ എന്ത് തന്നെയാലും യൂറോപ്പിൽ മൊത്തത്തിൽ ഒന്നാമത് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ സാമ്പത്തികമായിട്ട് വളരെ മോശം അവസ്ഥയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവരെ ഒന്നുമില്ല അവിടെ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വരുമാനം ഉണ്ടാക്കുന്ന കാര്യം ടൂറിസമാണ്. മെയിനായിട്ട് നവംബർ ഡിസംബർ മാസത്താണ് ടൂറിസം തഴച്ചു വളരുന്ന ആൾക്കാരൊക്കെ വരുന്നത്. പക്ഷേ ഇപ്പോൾ ടൂറിസ്റ്റുകളും പോലും പോകാത്ത അവസ്ഥയാണ്. ഇവന്മാരെ പേടിച്ചിട്ട് മൊത്തത്തിൽ ഈ ലോകത്തിന് യൂറോപ്പിൽ മൊത്തം ബാധിച്ച ഒരു ഇതായി മാറിയിരിക്കുകയാണ് ഇവന്മാർ. അപ്പോൾ ഇവന്മാരെ നിലക്ക് നിർത്തുക വേണ്ടത്. ഓരോ രാജ്യങ്ങളും സ്ട്രിക്റ്റ് ആക്ഷൻ എടുത്തിട്ട് നിലക്ക് നിർത്തുക വേണ്ടത്. അതായത് ഇവരെ തീരെ അങ്ങനെ കൊന്നുകളയണമെന്നല്ല പറയുന്നത്. അതായത് ഇവരെ നിലക്ക് നിർത്തുക, അതായത് വേണ്ടാത്ത രീതിയിൽ തീവ്രവാദമോ, അതായത് എന്തെങ്കിലും വേണ്ടാത്ത പ്രസംഗിക്കുകയോ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് വേറെ എന്തെങ്കിലും അങ്ങനത്തെ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ കൈയോടെ പൊക്കി അതിനെ തക്കതായ ശിക്ഷ കൊടുക്കുക. ഇതൊക്കെ വേണ്ടേ? അതായത് ഓരോരുക്കും ഓരോ ആരാധന സ്വാതന്ത്ര്യം കൊടുക്കണം, അതൊക്കെ. പക്ഷേ ഇത് ഓവറാവുമ്പോൾ ഇപ്പോൾ പല സ്ഥലത്തും കാണുന്നുണ്ട്. അതായത് റോഡിലൊക്കെ കയറി നിസ്കരിക്കുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഈ യൂറോപ്പിലൊക്കെ വലിയ രീതിയിൽ നടക്കുന്നു. ഇപ്പോൾ നമ്മൾ ഇവിടെ തന്നെ കണ്ടു, കേരളത്തിലെ ലോക്കൽ ബോഡി ഇലക്ഷൻ ജയിച്ചതിന് ശേഷം എത്രയോ വർഷത്തിന് ശേഷം UDF അവിടെ ജയിച്ചു, ലീഗിൻ്റെ സ്ഥാനാർത്ഥി ജയിച്ചേ. ആ റോഡിൽ നിന്ന് നിസ്കരിക്കുന്നൊരു ഫോട്ടോ ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നീങ്ങുമ്പോഴാണ് ഇവന്മാർ പ്രശ്നമാക്കുന്നത്. ബാക്കി ആരും ഇവിടെ ഇല്ലേ? എല്ലാവരും അതിങ്ങനെ പബ്ലിക്കലി ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടോ, അമിതമായിട്ടൊന്നും കാണിക്കുന്നുണ്ടോ? പക്ഷേ ഇവർ വലിയ രീതിയിലുള്ള ഇവരെന്തോ വലിയ സംഭവമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും നമ്മളെന്തോ ഒരു ഔട്ട്സ്റ്റാൻഡിങ് കമ്മ്യൂണിറ്റിയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നടന്ന തത്രപ്പാട്. അതിന് എല്ലാ രാജ്യത്തും ഇങ്ങനെ എന്താ പറയുക, ഇവരെ സൈഡ് ലൈൻ ചെയ്യുന്നത്. ഇനി കുറച്ച് നാളുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് വിസ പോലും കിട്ടാത്ത ഒരു അവസ്ഥ സംജാതമാകാൻ പോവുകയാണ്. ഒരു രാജ്യത്തേക്കും എൻട്രി പ്രത്യേകിച്ച് ഇത്തരം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർക്ക് തരില്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്താൻ പോവുകയാണ്. അപ്പോൾ ഇവർ തന്നെയാണ് ഇവരുടെ കുഴി തോണ്ടുന്നതിൻ്റെ കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഇവരൊന്നും മിതത്വം പാലിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ ഇവർക്ക് രക്ഷയുണ്ടാകും. എന്തുതന്നെയാലും യൂറോപ്പിൽ ഇവന്മാരെ പേടിച്ചിട്ട് പല രാജ്യങ്ങളും അവരുടെ ക്രിസ്മസ് ആഘോഷങ്ങളും ന്യൂ ഇയർ ആഘോഷങ്ങളും റദ്ദാക്കി എന്നുള്ള വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് ഈ നിമിഷത്തിൽ പുറത്തു വരുന്നത്. നന്ദി, നമസ്കാരം. മറ്റു വീഡിയോ കാണാം.